ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. ഒരുപാട് പേര് വിഷ് ചെയ്തു. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എല്ലാ വിഷസും ഞങ്ങള് കണ്ടു, ലൈക്ക് ചെയ്തിട്ടുണ്ട്. ബിഗ് താങ്ക് യു ഫോർ എവ്രിബഡി. ഓക്കെ, വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്ത് സ്പെഷ്യൽ എന്നല്ലേ? ഒരു സ്പെഷ്യൽ ഇവിടെ ഇല്ല. ചോറ്, ചെറുപയർ തോരന്, തൈരുണ്ട്, പിന്നെ വേണമെങ്കിൽ അച്ചാറോ എന്തെങ്കിലും എടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ അത് അച്ചാച്ചന് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഓൾറെഡി ലഞ്ച് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇപ്പൊ അച്ചാച്ചന് 4:30 വരെ ഉണ്ട് സ്കൂള്. എനിക്ക് 1:30 വരെ ഉള്ളു. അപ്പൊ ഞാൻ ഓൾറെഡി വീട്ടിലെത്തി. ഇനി തന്നെയൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കണം. നാളത്തേനുള്ളതൊക്കെ റെഡിയാക്കണം. അതൊക്കെ പോട്ടെ. അതിന് മുന്നേ നിങ്ങളോട് നിന്ന് സംസാരിക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓണാക്കി എല്ലാം റെഡിയാക്കി എന്റെ വ്ലോഗ് റെഡിയാക്കിയത്. എനിക്കൊരു ഒരുപാട് സന്തോഷം തോന്നിയത്, ഞങ്ങളുടെ വ്ലോഗ് കണ്ടിട്ട് ലൈക്ക് തരണമെന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ട്. അതിന്റെ മെയിൻ ഗ്യാങ് ലീഡറിന്റെ പേരാണ് ഞാൻ പറയുന്നത്. ആ ആളും അവരുടെ എനർജറ്റിക് ബ്യൂട്ടിഫുൾ ലേഡീസിന്റെ ഒരു വലിയ ഗ്രൂപ്പിനെയാണ് ഞാൻ ഹായ് പറയാൻ പോകുന്നത്. എ ബിഗ് ഹായ് ടു ഷൈബി ആൻഡ് ഗ്യാങ്. ഓക്കെ, ഞങ്ങളുടെ വീഡിയോസ് വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് എല്ലാവർക്കും ഇടയ്ക്ക് പോയി അടുക്കളയിലോ എവിടെയെങ്കിലും പോയി കുറിക്കുന്ന സാധനം തപ്പുന്ന ഒരു ശീലം ഉണ്ടല്ലേ? ഇന്ന് തൊട്ട് അത് മാറ്റാൻ വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ഡിഷ് ട്രൈ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും നമുക്ക് യാതൊരു ദോഷവും ചെയ്യുന്നതല്ല. ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു എനർജി ബൂസ്റ്റർ ബോൾ ആണ്. അതെന്ന് പറയുമ്പോൾ അതിനകത്തെ ഇൻഗ്രീഡിയൻസും നമുക്ക് ഏറ്റവും നല്ലതാണ്. നമുക്ക് പിന്നെ കുറച്ചു നേരത്തേന് ഫുഡ് കഴിക്കണം അങ്ങനെയുള്ള ഒരു തോന്നൽ വരത്തില്ല. മാക്സിമം 2 ബോൾസ് ഒക്കെ കഴിച്ചാൽ മതിയായിരിക്കും. അതിന് വേണ്ടുന്ന ഒരു ചെറിയ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നമ്മുടെ ഈ വ്ലോഗിൽ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമന്റ് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് പറയുക. ഓക്കെ, ഇറ്റ്സ് എ വെരി ഹെൽത്തി റെസിപ്പി. എവ്രിബഡി ഹാവ് ടു ട്രൈ ദിസ്. നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എനർജി ബൂസ്റ്റർ ബോൾ ആണ്. വീട്ടിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും നമുക്കത് പ്രിപ്പയർ ചെയ്യാവുന്നത്. ഇപ്പൊ പീനട്ട്, കാഷ്നട്ട് എന്താണോ ഉള്ളത് അത് വെച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതായിരിക്കും. ഞാൻ അല്പം മധുരത്തിന് വേണ്ടി ഡേറ്റ്സും യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. എനർജി ബൂസ്റ്റർ ബോളിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്, ഫസ്റ്റ് വൺ, ഞാനെല്ലാം 1/3 കപ്പാണ് മോസ്റ്റ്ലി യൂസ് ചെയ്തേക്കുന്നത്. 1/3 കപ്പ് ആൽമണ്ട്സ്, പീനട്സ്, സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ്, വാൾനട്ട്, 1/3 കപ്പ് കാഷ്യൂനട്ട്, 2 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ്, 2 ടേബിൾ സ്പൂൺ ഫ്ലെക്സ് സീഡ്സ്. പിന്നെ മധുരത്തിന് വേണ്ടി ഞാനൊരു 5 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിന്റെ കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കിയാണ് വെച്ചേക്കുന്നത്. ഫസ്റ്റ് നമ്മളിപ്പോ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചേക്കുന്നത് ഡേറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്യുകയാണ്. ഡ്രൈ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യും. ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഡേറ്റ്സ് കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ലാസ്റ്റിൽ നമ്മൾ അതെല്ലാം ചേർത്ത് ഒന്ന് ബോൾസ് ആയിട്ട് എടുക്കും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഡ്രൈ ഫ്രൈ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഗീ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ ഗീ ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ നോക്കട്ടെ, ടേസ്റ്റ് അനുസരിച്ച് ഞാൻ ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളോട് പറയാം കേട്ടോ. ഞാനിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും, ഡേറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. ഒന്നും ബ്രൗൺ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കും. ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഡേറ്റ്സ് കൂടെ ആഡ് ചെയ്യും. ഡേറ്റ്സ് കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ മൊത്തത്തിലൊന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, ഞാൻ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഞാനിത് പാത്രത്തിലേക്ക് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റാണ്. ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡേറ്റ്സും ഇട്ട് ഗ്രൈൻഡ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ഞാനിത് ബോൾസ് ആയിട്ട് മാറ്റാണേ.
ഒന്നും അറിഞ്ഞിട്ടില്ല. എന്താ പരിപാടി? എന്താ പരിപാടി കുട്ടി? ബിസിയാണോ? ആരാ? സോ ഞാൻ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലേ? സോ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി ബോൾസ് അല്ലെങ്കിൽ എനർജി ലഡു എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നല്ലതാന്നൊക്കെ അറിഞ്ഞ് ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. ഞാനിങ്ങനെ ഡേറ്റ്സ് ഒന്നും ചേർക്കാതെ ജസ്റ്റ് ബയോട്ടിൻ പൗഡർ ആയിട്ടൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഫസ്റ്റ് ആണ് ഇങ്ങനെ ബോൾസ് ആയിട്ട് ഡേറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, കൊള്ളാമോ നോക്കട്ടെ. കുഴപ്പമില്ല. നിങ്ങളൊരു ഹെൽത്തി ലഡു കഴിച്ച ഒരു അവസ്ഥ തന്നെ. അധികം മധുരമില്ല, പക്ഷെ ഡേറ്റ്സിന്റെ ഒരു ചെറിയ മധുരം നമുക്ക് കിട്ടുന്നതുകൊണ്ട് എന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നോക്കട്ടെ, ഞാനിത് അച്ചാച്ചനൊന്ന് കൊടുത്തു നോക്കട്ടെ. ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് അറിയത്തില്ല, പക്ഷെ ഹെൽത്തി ആയതുകൊണ്ട് ഞാൻ കഴിപ്പിക്കും. നോക്കട്ടെ. ഹലോ, ഇത് നോക്കോ, ഇതിപ്പോ പ്രിപ്പയർ ചെയ്തതാ. ഇതാണ് നമ്മുടെ ഹെൽത്തി ലഡു നമ്മൾ പ്രിപ്പയർ ചെയ്തത്. കാടമുട്ടയല്ല, വലിയ നമ്മൾ അത്ര വിചാരിക്കുന്ന ടേസ്റ്റ് കാണത്തില്ല. നോക്കിയേ, പകുതി കടിച്ചു കഴിച്ചോ. ഇതാണ് ഹെൽത്തി ലഡു. എല്ലാം നല്ല നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ സീഡ്സും ഒക്കെ വെച്ച് ചെയ്തേക്കുന്ന അതൊക്കെ പോലെ ഉണ്ടല്ലേ. ചെറിയ ഡേറ്റ്സിന്റെ മധുരവും വരുന്നുണ്ടോ തോന്നല്ലേ? പക്ഷെ നമ്മളെ നാട്ടിൽ നമ്മൾ ഉണ്ടാക്കത്തില്ല. കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം അല്ലേ? ഒരു 2 എണ്ണം നമുക്ക് മാക്സിമം കഴിക്കാം. നമുക്ക് അത്രയ്ക്ക് വിശക്കുമ്പോ. ഒരു നേരം അല്ല, ഒരു ദിവസത്തിൽ അതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു വലിയ വിശപ്പൊക്കെ നമ്മുടെ അടങ്ങും. അത് മതി, അതിനകത്ത് നല്ല സാധനങ്ങളാ, അതുകൊണ്ട് വിശപ്പ് അടങ്ങും. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, വീഡിയോ കാണണം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, സ്കൂള് കഴിഞ്ഞാൽ എത്തിയുള്ളൂ വീട്ടിൽ. അപ്പം ജിൻസ ഹെൽത്തി ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു, ഒരെണ്ണം കഴിച്ചു. നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരു വലിയ ബേക്കറി ഐറ്റം കഴിക്കുന്ന പോലൊന്നും അല്ല, ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയത്. പക്ഷെ എനിക്കൊരു നല്ല ടേസ്റ്റ് തോന്നിച്ചു. എനിക്ക് അവലോസം ഉണ്ടാക്കാൻ പോലെ തോന്നിച്ചായിരുന്നു. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് ഒരുപാട് വിശ്വസ് തന്ന ആൾക്കാർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നാൽ ഞാനത് പറയുന്നില്ല. എല്ലാവരും ഓരോരുത്തരുടെ ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവർക്കും ഞങ്ങൾ താങ്ക്സ്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലുണ്ടോ? ഒന്നുമില്ല. ഇനിയും നമ്മൾ നല്ലൊരു വ്ലോഗുമായിട്ട് വേറെ ദിവസം ഉണ്ടാവും. അതുവരേക്കും എല്ലാവർക്കും ബൈ. Okay, let's go.